ഹലോ ഗായ്സ്, ഇന്നത്തെ ട്രേഡിംഗ് വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു വന്നിരുന്നത്. ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം ഞാനൊരു ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ട്രേഡ് എടുക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. ഇന്നലെ രാത്രി ഫുള്ള് എല്ലാം പ്ലാൻ ചെയ്ത് പണി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഓപ്പണായി മുകളിലോട്ട് പോയി. ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ വെച്ച് തന്നെ ഞാൻ ഒരു ബാങ്ക് നിഫ്റ്റിയിലെ ഈ മൂന്നാമത്തെ ക്യാൻഡിൽ വെച്ച് തന്നെ ഞാനൊരു ഷോർട്ട് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഫോളാണ് പ്രതീക്ഷിച്ചത്. മിനിമം ഈ ഒരു ലെവലിലെങ്കിലും ഫോളോ വരും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് നേരെ കുറച്ച് അപ്സൈഡ് മൊമെൻ്റ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മനസ്സിലായി. ഈ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിൽ തന്നെ എൻ്റെ ലോസ് ബുക്ക് ചെയ്തിട്ട് ഞാനൊന്ന് ഹോൾഡ് ചെയ്തിരുന്നു. എന്നിട്ട് ഈ ഒരു പുൾ ബാക്കിൽ ഞാൻ പിന്നെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു എൻട്രി ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ ഈ ഒരു വലിയൊരു ക്യാൻഡിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് ഈവൻ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 1:1 റിസ്ക് റിവാർഡിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ കുറച്ച് നേരത്തെ ഞാൻ അങ്ങ് ട്രേഡ് എടുത്തു പോയി. ഞാൻ എൻ്റെ സെറ്റപ്പിൽ നിന്ന് ഒട്ടും ഇതില്ലാത്ത രീതിയിൽ ഞാൻ ഇന്നലെ വിചാരിച്ച കണക്ക് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ സെറ്റപ്പിന് പ്രതികൂലമായിട്ടായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ നല്ല ഇതിൽ നിഫ്റ്റിയിൽ എനിക്ക് നല്ല ഒരു മൂവ്മെൻറ്റ് എനിക്ക് ഒന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൊമെൻറ്റം കണ്ടായിരുന്നു. ഈ ഒരു ഡബിൾ ടോപ്പ് അടിച്ചിട്ട് ഈ ഒരു ബ്രേക്കിൽ ഞാൻ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എൻട്രി എടുത്ത് ഞാൻ ജസ്റ്റ് ഈ ഒരു ലെവലിലെത്തിയപ്പോഴത്തേനും ഒരു 60-70 പോയിൻറ്റ്സിൽ തന്നെ ഞാൻ എൻ്റെ ടാർഗറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4,000-3,000 സംതിങ് അറൗണ്ട് റേഞ്ചിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു നല്ലൊരു ഫോളോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ലായിരുന്നു ഞാൻ, പക്ഷേ അത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഫോളിൽ ഒരു 150 പോയിൻറ്റ്സ് കൂടെ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഇമോഷൻസ് അയച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒരു ട്രേഡ് എടുത്തു. ഈ ഒരു പുൾ ബാക്കിൽ പിന്നെ ഒരു ട്രേഡ് എടുത്തു. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. അങ്ങനെ ഒന്നല്ല രണ്ടോ മൂന്നോ പുട്ട് ഓപ്ഷൻ ഞാൻ അതിൽ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ ഒരു പ്രോഫിറ്റ് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനിയൊരു ഫോളോ വരും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജസ്റ്റ് ഒന്ന് തിരിച്ചു വന്നിട്ട് അതേപോലെ തിരിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ഇന്നും എനിക്ക് ജസ്റ്റ് ബ്രേക്ക് ഈവൻ മാത്രമാണ്. ഇന്ന് ഇതുമില്ല, പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല, ജസ്റ്റ് ബ്രേക്ക് ഈവൻ മാത്രമാണ്. എൻ്റെ മാത്രം മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ഒരിക്കലും ഓവർ ട്രേഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പെർ ഡേ 2 ട്രേഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഫോളാണ് എൻ്റെ ഫുൾ ഇമോഷൻസ് കളഞ്ഞത്. ഈ ഒരു ഫോൾ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എടുത്തത് ഈ ഒരു ലെവലിൽ നിന്നും. അപ്പോൾ ഈ ഒരു ഫോൾ എനിക്ക് ഒട്ടും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ലായിരുന്നു. അതാണ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്ക്. മാർക്കറ്റ് തന്നത് വാങ്ങിയിട്ട് പോകാനുള്ളതായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഓവർ ട്രേഡ് ചെയ്യുകയും ലാഭം ഉണ്ടായിരുന്ന 3,000 അവിടെ തന്നെ കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് തന്നതെല്ലാം ഞാൻ ഇന്ന് കളഞ്ഞിട്ടുണ്ട്. നഷ്ടമൊന്നുമില്ല, ജസ്റ്റ് ബ്രേക്ക് ഈവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്ത് മെൻ്റലി കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു പിടി പിടിക്കണം എന്നാണ് എൻ്റെ ഇന്നത്തെ ആഗ്രഹം. ഇന്ന് വിഷമമൊന്നുമില്ല ട്രേഡ് പ്രോഫിറ്റ് കിട്ടാൻ പറ്റാത്തതിൽ. കുഴപ്പമില്ല. അപ്പോൾ ശരി ഗൈസ്, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.